നമ്മൾ വെറുതെ ഇരിക്കാണ്ടാ. നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണേ. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ടി വിയും കണ്ടിരിക്കുക, ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും, ടി വി നോക്കും. തന്നെ പണി, വേറൊരു പണിയില്ല. ഇത് നമ്മൾ സുഖ വിളിക്കണ്ടല്ലോ, എന്താണാവോ പ്രശ്നം? അതെ, ഞാൻ പുതിയ വണ്ടി മേടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ഓടിച്ച് മടുത്തു. ഏതാ വണ്ടി? ആ വണ്ടിയാണോ? എത്ര പൈസ? കട്ടായോ? എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ. പൈസ പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് അപ്പം പറയണത് എത്രയെന്ന് വെച്ചാൽ ഒരു 50 മില്യൺ തരാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇങ്ങനെ പൈസ ഒരു കോടിയുണ്ട്, ഒരു കോടല്ലേ, 2 കോടി അടുത്തുണ്ട്. ഡിസ്കൗണ്ട് ആക്കി 50 മില്യൺ തരാണ്. 50% ഡിസ്കൗണ്ട്. അയ്യോ, ഏത് നോട്ട് റിമോട്ട് കയറ്റി കൊടുത്തു. ഫുള്ള് പ്രശ്നമാണല്ലോ, മൊത്തം. സിറ്റി 1 ആട്ടോ സ്ഥലം, സിറ്റി 1 ആണ്. ഇപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോകണം. വണ്ടി കുറച്ച് ഓടിക്കാൻ കുറച്ച് കൺട്രോൾലെസ്സാണ്. കൺട്രോളില്ലാത്തൊരു വണ്ടിയുണ്ട്, M5. സിറ്റി 1 വരെ ഇങ്ങനെ ഓടിച്ച് പോകണം. ഇവിടുന്ന് എന്തായാലും ഒരു 12-14 കിലോമീറ്റർ ഉണ്ട്. ആദ്യമൊന്നും ഞാൻ ഇങ്ങനത്തെ വണ്ടികളൊന്നും എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ലൈസൻസ് ഇത് ചെറിയൊരു MIT എന്ന് പറയാൻ പറ്റില്ല. മറ്റേ മുട്ടക്കാറുണ്ടല്ലോ, ഒരു നാനോ ടൈപ്പ് ഒരു കാറിലാണ് നമ്മൾ ലൈസൻസ് എടുക്കാൻ പഠിച്ചത്. അടുത്തോ അതിലൊക്കെയാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചത്. നമ്മളിപ്പോൾ സിറ്റി 1 ഇതിന് നമുക്കൊരു പേരിടാന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനൊരു പേര് എന്ന് വെച്ചാൽ ഒരു രാജ്യം തന്നെ. ഈ ഒരു സ്ഥലത്തിന് നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഈ ഒരു രാജ്യത്തിന് എന്ത് പേരാ വെക്കേണ്ടതെന്ന് വെച്ചാൽ. ഈ സിറ്റി 2ക്ക് നമുക്ക് സിറ്റി 2 എന്ന് പറയുമ്പോൾ രസമില്ല. സിറ്റി 1, സിറ്റി 2 നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിറ്റി 2ക്ക് ഏത് പേരാറുണ്ട്, സിറ്റി 1ന് ഏത് പേരാറുണ്ട് എന്നൊക്കെ. പിന്നെ മൗണ്ടനിൽ അങ്ങനെ ഒരു പേരാണ് കുഴപ്പമില്ല, ഡെസേർട്ട്, അതൊക്കെ നല്ല അടിപൊളി പേരുന്നെ. സിറ്റി 1നും സിറ്റി 2ക്കും ഒരു പേരിടണം. ഈ സിറ്റി 1, സിറ്റി 2 അതൊന്നും കേൾക്കാതെ അടിപൊളിയൊന്നുമില്ല, ഒരു രസമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് ഒരു പേരിടണം. അത് പതപ്പിച്ച് വിടുക കേട്ടോ. ബ്രേക്ക് കൊടുക്കും, ആക്സിലേറ്റർ കൊടുക്കും. കാരണം ഇത് ഓടിച്ച് അധികം പരിചയമില്ലാത്തൊരു വണ്ടിയാണ്. നമ്മളിപ്പോൾ പുതിയതായി എടുത്തൊരു വണ്ടിയാണ്. നമ്മൾ ഇതിനെ സ്റ്റിക്കറൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിരുന്നു. പിന്നെ നമ്മളുടെ ഒരു ചെക്കനെ ചോദിച്ചു, ഇതിന് റെൻറ്റ് തരുമോ. ഞാനൊരു 50,000 റെൻറ്റ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ആ സ്റ്റിക്കറൊക്കെ അയച്ചു മാറ്റി. സ്റ്റിക്കർ വേണ്ടായിരുന്നു, 50,000 കിട്ടണല്ലേ, വിട്ടിട്ട് പറഞ്ഞു സ്റ്റിക്കർ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു വണ്ടി വേണ്ടവർ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ID കൊടുക്കാം. നമ്മളൊരു ബസ് മീറ്റപ്പ് വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയാം, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണിത്. അങ്ങനെ വണ്ടിയിലെ പൈസ പോയി, നമുക്കുള്ള പൈസ, പുതിയ വണ്ടി മേടിച്ചത് പൈസ പോയി, 50 മില്യൺ പോയി. അപ്പോൾ അതായത് റെഡിയാക്കാൻ ഇനി 2-3-4 ലക്ഷമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി. കോർപ്പറേറ്റ് മൾട്ടിപ്ലെയർ കളിക്കുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ 2 ദിവസത്തിന് അങ്ങനെ റെൻറ്റ് കൊടുക്കണമായിരിക്കും. റെൻറ്റ് ഒരു ദിവസത്തിന് എന്ന് പറഞ്ഞാൽ റെൻറ്റ് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നു. ഒരു ദിവസത്തെ റെൻറ്റ് എന്ന് പറയുമ്പോൾ ഗെയിമിൽ തന്നെ ഒരു പക്ഷേ ഈ വണ്ടി വാങ്ങാൻ കഴിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. 50,000, 60,000, 10,000 എന്ന് പറയുന്നില്ല. ഒരു ദിവസത്തിന് 50,000, 2 ദിവസത്തിന് 1 ലക്ഷം ഉണ്ട്. 3 ദിവസത്തിന് ഒരാഴ്ചക്കാണെങ്കിൽ
ഒരു 5 ലക്ഷം 6 ലക്ഷം നിങ്ങൾ തരേണ്ടി വരും റെൻ്റായിട്ട്. ഞാൻ പറയാം, ഞാൻ പോസ്റ്റ് ഇടാം. ഞാൻ പറയാം നമ്മളൊന്നും M5 മീറ്റപ്പ് നടത്തിയിരുന്നു. 9 ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു M5 മീറ്റപ്പാണ്. അപ്പോൾ ഇതിനധികം ആരും കയറിയിട്ടൊന്നുമില്ല. ഞാൻ പോസ്റ്റ് ഇടാം ആരൊക്കെയാണ് പോസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണേ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഞാൻ വെറുതെ പറഞ്ഞാൽ ചെയ്യില്ല. നമ്മളൊരു ബസ് മീറ്റപ്പ് വെക്കാമെന്ന് അങ്ങനെ വിചാരിക്കണ്ടേ. അതിന് നിങ്ങൾ ബസ് മീറ്റപ്പ് പോവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമോ ഫയറിൻ്റെ ചിഹ്നമോ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ കൂടുതൽ കാണില്ല നമ്മൾ ബസ് മീറ്റപ്പ് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇടാം. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ബസ് മീറ്റപ്പ് വെക്കണം എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിന് ബസ് മീറ്റപ്പോ വെക്കാം. നമ്മളെന്ന് വിചാരിക്കുന്നത് സിറ്റി 1 ആണ് കേട്ടോ. സിറ്റി 1-ലായിരിക്കും നമ്മൾ ബസ് മീറ്റപ്പ് വെച്ച് നടത്തുന്നുണ്ടാവുക. നോക്കാം. ഒരു M4 മീറ്റപ്പോ M5 മീറ്റപ്പ് എന്തെങ്കിലും നോക്കണം. നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഷോർട്സാണ് അധികം ഇടാറ്. നിങ്ങൾ സബ്സ്ക്രൈബ് നമ്മൾ കൂടിയ നമ്മൾ ഷോർട്സ് അല്ലാതെ സാധാ ഇടുന്നുണ്ടാവും. സാധാ എന്നൊക്കെ പറയുമ്പോൾ മീറ്റപ്പുകളോ അല്ലെങ്കിൽ കുറേ കണ്ടൻസൊക്കെ വരുമല്ലോ, നമുക്കുള്ളത് ഇടുന്നുണ്ടാവും. ഞങ്ങൾ പറഞ്ഞപ്പോൾ സിറ്റി 1 എത്താറായിരുന്നു. ഇപ്പോൾ ഇടിച്ചിരുന്നോ ഇന്ന്. ഇപ്പം ഈ വണ്ടി കുറച്ച് കണ്ടുകൂടെ ഇല്ലാത്ത സാധനമാണ്. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരുകൊണ്ടു. പറപ്പിച്ച് വിടാം കേട്ടോ. നമ്മൾ പോണ സ്പീഡ് അതും നമ്മൾ ഓൺലൈനിലല്ല കളിക്കുന്നത്, നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ളതിലാണ് കളിക്കുന്നത്. അതിൽ 200-300 സ്പീഡിൽ പോകാന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാഹചര്യമൊക്കെ വാങ്ങണത്. കുത്തിയാൽ കഴിഞ്ഞ കാര്യം. പറഞ്ഞ് നാക്കെടുത്തില്ല, കൊണ്ടേ കുത്തി കയറ്റി. അധികം പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറപ്പിച്ച് വിടുക കേട്ടോ, പതപ്പിച്ച് വിടുക. പെട്രോൾ ചെയ്യാറിയിക്കണു. അതുവരെ പോലുള്ള പെട്രോളൊക്കെ ഉണ്ട്. ഗൈസ് നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബസ് മീറ്റപ്പ് വെക്കാം. പിന്നെ ഗിവ് അവേ ഇപ്പോൾ പുതിയ റീഫില്ല് ഫ്യൂവലിന് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒന്നുമില്ല. ഞാൻ പറയട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ബസ് മീറ്റപ്പ് വെക്കാം. ബസ് മീറ്റപ്പ് വേണമെന്നുള്ള ഒരു ഹാർട്ടിൻ്റെ ഫയറിൻ്റെ ഇതിലിടുക. എന്താ പറയുക, കമൻറ്റ് ബോക്സിലിടും. പറഞ്ഞ് സിറ്റി 1 എത്താറായിരിക്കുന്നു. അപ്പോൾ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സിറ്റി 1 സിറ്റി 2 എന്ന് പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ. സിറ്റി 1 എത്താറായിരിക്കണേ. സിറ്റി 1 എത്തിയിട്ട് കാണാം. നമ്മൾ ഏകദേശം സിറ്റി 1 എത്താറായിരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ സിറ്റി 1ക്കുള്ള റോഡിൽ കയറി കിടക്കുന്ന നേരം ഹൈവേയിലായിരുന്നു. സിറ്റി 1 എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇന്നേരെ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എയർപോർട്ടിലാണ് വണ്ടി എത്തിക്കണമെന്നാണ് സുഖു പറഞ്ഞത്. സുഖു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡെസേർട്ടിലുള്ളൊരു ഫ്യൂവലാണ് കേട്ടോ. നോ ഫ്യൂവൽ വേറെ പഠിച്ച് നമ്മൾ ഫ്യൂവൽ അടിക്കണ്ടോ. ഫ്യൂവൽ അടിച്ചിക്കണേ.
ഇവിടെ നേരെ എയർപോർട്ട് കണ്ടു. നേരെ പോയിട്ട് ഇടത്തൊക്കെ തിരിയാൻ വന്നു. ഈ ഒരു വഴി കയറിയ മതി. എടുക്കുക മണിയൊരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവർക്ക് നടന്നു പോകാം. നിർത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നമ്മളിവിടെ നിർത്തി നമ്മൾ അങ്ങോട്ട് നടക്കണം. ഇത് നമ്മൾ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ഇതിനുള്ളിൽ കൂടെ പോകുന്നത്. ഇതിനുള്ളിൽ കൂടെ നമ്മൾ കൊള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് കൂടെ കയറാൻ പറ്റില്ലെങ്കിൽ ഇത് കൂടെ കയറിയാൽ മതി വണ്ടി അവിടെ എത്തിയിട്ട്. നമ്മൾ മുന്നിലേക്ക് പോട്ടെ. നമ്മുടെ ഏകദേശം അടുത്ത് എത്തിയിട്ട് ഇതിൽ ഓടൽ കുറച്ച് ടാസ്ക് കേട്ടോ. സ്പീഡില്ലാതെ ഓടുക. സർപ്രൈസാണ് വണ്ടി ആയിരുന്നു. സർപ്രൈസാണ് കേട്ടോ. സർപ്രൈസ്. നമ്മൾ റിച്ചാണ്. നമ്മൾ കേരളത്തിൽ കുറേ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ഉണ്ടോ മനസ്സിലാവൂല. മുന്നിൽ പോയി കളിച്ചത് ക്ലോസ് ടൈപ്പാണ് കേട്ടോ. നമ്മളെ M4 ആണ് കേട്ടോ. M4 നമ്മൾ ക്ലോസ് ആയിട്ട് ലേറ്റ് അടിച്ച വൈറ്റ് കളർ കാണുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. ഇതിനാണ് 50 മില്യൺ നമ്മൾ വാങ്ങിയത്. ശരിക്കും ഇതിന് എത്ര വില എന്ന് നമുക്കറിയില്ല. നമ്മൾ 50 മില്യണിനാണ് വാങ്ങി. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അതിന് അധികം സ്റ്റിക്കർ പണി നടത്തില്ല. കളർ ക്ലോസ് ചെയ്യണമെന്നുള്ളൂ. പവർ രക്ഷയില്ല. ഒരു 2-3-4 കുറച്ചും കൂടിയും കൂട്ടാവാറ്. പക്ഷെ ഇതന്നെ കുറച്ചും കൂടിയും കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി പാടാണ്. ഇപ്പം M4 എങ്ങനെ അല്ലെ M5 എങ്ങനെ ഇത് കുറച്ചും കൂടി പാടാണ് കൺട്രോൾ ചെയ്യാൻ. നമ്മൾ കുഴപ്പമില്ല. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനൊക്കെ പറ്റി. അടിപൊളിയല്ലേ സീൻ സാധനം. ഒരു മിനിറ്റ് നമ്മളിതൊന്ന് റെഡി ആക്കട്ടെ. അപ്പം റെഡിയല്ലേ. അതാണ് നമ്മൾ ഈ വണ്ടർ ഇൻറ്റീരിയർ വന്നത്. അവിടെ M4ൻ്റെ ചിത്രം. സീറ്റൊക്കെ അടിപൊളി. സീറ്റ് നമ്മളെ ഗിയർ. ഇതാണ് നമ്മളെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഒറ്റ കൈ കൊണ്ടൊക്കെ തിരിക്കും നമ്മളിപ്പോൾ. സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് സ്മൂത്താണ് കേട്ടോ. നമുക്കൊന്ന് ഇതാക്കി വെക്കാം. നമുക്ക് എക്സ്ട്രൂസ് പറ്റുവാണോ? വണ്ടി കിടന്ന് കുലുങ്ങാണ്ടോ. എഞ്ചിൻ്റെ പവറാണ്. അതെ പവറിന് കണ്ടുകൊണ്ട് കേട്ടോ. സൂപ്പറല്ലേ? ഇഷ്ടപ്പെട്ടാ? നമ്മളെ സുഖം പറഞ്ഞ പൈസ സാധനമുണ്ട്. അടിപൊളി അടിപൊളി. ഞാൻ ഗുഡ് ബൈ. ഓക്കെ ബൈ ബൈ ബൈ.